അല്ലാഹുവിനോട് നിങ്ങൾ പങ്കാക്കരുത്. പിന്നീട് അവിടുന്ന് നോമ്പിനെ പറ്റി പറഞ്ഞില്ല, സക്കാത്തിനെ പറ്റി പറഞ്ഞില്ല, സ്വതക്കയെ പറ്റി പറഞ്ഞില്ല, സൽക്കർമ്മങ്ങളെ പറ്റിയിട്ട് പറഞ്ഞില്ല. റബ്ബ് പറഞ്ഞ രണ്ടാമത്തെ വാക്ക് വബിൽ വാലിദൈനി ഇഹ്സാന. നിനക്ക് ജന്മം തന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ, നിന്റെ പ്രിയപ്പെട്ട ബാപ്പയുടെ ആ സന്തോഷത്തിന് വേണ്ടി അവരെ സ്നേഹിക്കണമെന്ന്, അവരെ ഇഷ്ടപ്പെടണമെന്ന്, അവർക്ക് വേണ്ടിയിട്ട് ഗുണം ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ മഹാനായ നുഅ്മാൻ ഇബ്നുൽ ബശർ റഹ്മഹുല്ലാഹ് വീടിന്റെ അകത്തട്ടിൽ ഇരിക്കുമ്പോ കാണാൻ നല്ല ഭംഗിയുള്ള, നല്ല ചുറുചുറുക്കുള്ള, ആപ്പിൾ പോലെ വെളുത്ത ചുമന്ന് തടിച്ച ശരീരമുള്ള ഒരു ചെറുപ്പക്കാരൻ മഹാനായ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കടന്നു വന്നിട്ട് പറയാണ്, തങ്ങളെ, ഒരു വഖത്ത് നിസ്കാരം മുടക്കാത്ത, ഒരു നോമ്പ് മുടക്കാത്ത, ഒരു സൽക്കർമ്മം മുടക്കാത്ത അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലാഹുവിന് വേണ്ടി എല്ലാ നന്മകളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിന്റെ ഏറ്റവും അടുത്ത തോടരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്റെ ഇബാദത്തുകളെ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ? എന്റെ നോമ്പുകളെ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ? എന്റെ നിസ്കാരങ്ങളെയും എന്റെ സ്വതക്കകളെയും എന്റെ സൽക്കർമ്മങ്ങളെയും എന്റെ ദിക്റുകളെയും എന്റെ ഖുർആൻ ഓതലുകളെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ടാകുമോ? ആ സമയത്ത് അവിടുന്ന് ബഹുമാനപ്പെട്ട നുഅ്മാൻ റളിയല്ലാഹു അൻഹു പറയാ, നീ അല്ലാഹുവിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്, അല്ലാഹുവിന്റെ വഴികളിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. എന്നാൽ നീ ഒരു തെറ്റും ചെയ്യാതെ നല്ലതുപോലെ ഇബാദത്ത് ചെയ്താൽ പടച്ച തമ്പുരാൻ അതിനെ തട്ടിക്കളയൂല. പക്ഷേ നിന്റെ വീടിന്റെ അകത്തട്ടിൽ ശരീരം ചുക്കുചുളുഞ്ഞു പോയ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയോ നിന്റെ ബാപ്പയോ ആ വീടിന്റെ അകത്തട്ടിലുണ്ടെങ്കിൽ ഏതെങ്കിലും ദിവസത്തിന്റെ ഒരു മിനിറ്റിന്റെ ഒരു സെക്കൻഡിൽ അവരുടെ പൊരുത്തക്കേട് നീ സമ്പാദിച്ചു പോയാൽ, ഇന്നലെ വരെ നിസ്കരിച്ച നിന്റെ നിസ്കാരം പടച്ചവനിക്ക് വേണ്ട, നിന്റെ നോമ്പ് പടച്ചവനിക്ക് വേണ്ട, നിന്റെ അമല് പടച്ചവനിക്ക് വേണ്ട, നിന്റെ സൽക്കർമ്മങ്ങൾ പടച്ചവനിക്ക് വേണ്ട. അതുകൊണ്ട് മോനെ, നീ ഒരു വഖത്തും മുടങ്ങാതെ നല്ലതുപോലെ ഇബാദത്ത് ചെയ്തുകൊണ്ടുവരുന്നവനാണ്. പക്ഷേ നീ സൂക്ഷിക്കണേ, നിന്റെ ഉമ്മയോടും ബാപ്പയോടും ഒരു മോശമായൊരു വർത്തമാനം പറയരുത്. അങ്ങനെ പറഞ്ഞു പോയാൽ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, എന്റെ ഉമ്മമാരോട് പറയാ, രക്ഷയില്ല. നമ്മുടെ അമൽ അല്ലാഹു തആല സ്വീകരിക്കൂല. അതുകൊണ്ടാണ് അവിടെ അല്ലാഹുവിന്റെ ഹബീബ് സ്വലാത്ത് മുഴങ്ങട്ടെ, ലോകത്തിന്റെ രാജകുമാരാ മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അവിടം പഠിപ്പിക്കുകയാണ്. മദീന പള്ളിയുടെ ചുറ്റുഭാഗത്തിലുള്ള സ്വഹാബത്തിനെ വിളിക്കാൻ അവിടം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇറങ്ങുകയാണ്. സ്വഹാബത്തിനെ മുഴുവനും വിളിക്കുകയാണ്, ഒന്ന് കടന്നു വരുമോ സ്വഹാബാ? സ്വഹാബത്ത് മുഴുവനും മദീന പള്ളിയിലേക്ക് വരികയാണ്. ലബ്ബൈക യാ റസൂലല്ലാഹ്. സ്വഹാബത്ത് മുഴുവനും മദീന പള്ളിയുടെ ഉള്ളില് അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊൻവർണ്ണ മുമ്പില് എല്ലാവരും റസൂലുള്ള എന്താ പറയുന്നത്? ആ റിസാലത്തിന്റെ പൊൻവർണ്ണ ചുണ്ടുകൊണ്ട് ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ കളവ് പറയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ ചുണ്ടിൽ നിന്ന് നന്മകൾ കേൾക്കാൻ ഒരുമിച്ച് കൂടിയ സ്വഹാബത്ത് പരസ്പരം പറയാ, ഇന്ന് റസൂലുള്ള നിസ്കാരത്തെ പറ്റി പറയാ സാധ്യതയുണ്ട്, നോമ്പിനെ പറ്റി പറയാ സാധ്യതയുണ്ട്, സ്വതക്കയെ പറ്റി പറയാ സാധ്യതയുണ്ട്, സക്കാത്തിനെ പറ്റിയിട്ട് പറയാൻ സാധ്യതയുണ്ട്. എല്ലാവരും പരസ്പരം പറയുമ്പോ മദീനത്തിന്റെ രോമാഞ്ചമേ, അല്ലാഹുവേ, മദീനയുടെ മണൽപ്പരപ്പിൽ മാലോകരുടെ മാനസാന്തരത്തിലേക്ക് മാനവിക വിപ്ലവത്തെ ചാർത്തി കൊടുത്ത ലോകത്തിന്റെ തിരുദൂതരെ, നബിയുൽ ഹറമൈൻ ഖാതിമുൻ നബിയീൻ അനീസുൽ ഗരീബി സിറാജുസ് സാലികീൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ
അനുരാഗത്തിന്റെ അലമാലകളുടെ ആവിഷ്കാരങ്ങളുടെ അന്തസത്തകൾ മുഴുവനും ആർജവത്തോടെ ആലിംഗനം ചെയ്ത, അഹന്തയില്ലാതെ ആർഭാടമില്ലാതെ അരോസരമില്ലാതെ അഹദവന്റെ അടിയാറുകൾക്ക് ആഘോഷത്തിന്റെ സന്തോഷത്തിന്റെ വരികൾ ഒരുക്കി കൊടുത്ത ലോകത്തിന്റെ മണിദീപമേ, ചെണ്ടുമല്ലി ചെമ്പകം തിരിഞ്ഞ ചെമ്പനീർ പൂവിന്റെ ചേലഴകും മാരിവില്ലിന്റെ ഏഴഴകും പൂത്തുളഞ്ഞ മദീനായുടെ മന്ദമാരുതനെ, ഇവിടെയുള്ള മുഴുവൻ മണൽ പരപ്പുകളും ഒരേപോലെ വിളിച്ചു പറയുന്ന സ്വലാത്തിന്റെ നായകരെ, തിരമാലകളുടെ തിരയില് പോലും സ്വലാത്തിന്റെ ശബ്ദമുയർന്നി കേൾക്കുമ്പോ, കിൽത്താൻ ദ്വീപിന്റെ തെങ്ങുകളിലൂടെ കാറ്റടിച്ചു വീശുമ്പോ ആ കാറ്റിൽ പോലും സ്വലാത്തിന്റെ മാധുര്യമുള്ള ലോകത്തിന്റെ രാജകുമാര മുഹമ്മദുർ റസൂലുള്ളാഹ് ആ പവിഴം പോലത്തെ ചിരിയുമായിട്ട് കടന്നു വരികയാ. എന്തു ചേലാന്നറിയോ? ആര് കണ്ടാലും റസൂലുള്ളാന്റെ പുഞ്ചിരിയില് അവിടെ ഇരുന്ന് പോകുമല്ലോ ചെറുപ്പക്കാരാ. അവിടെ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുകയാണ്. സ്വഹാബത്ത് മുഴുവനും നോക്കുകയാണ്. എല്ലാവരും നോക്കിയിരിക്കുമ്പോ റസൂലുള്ളാഹ് പറയുന്നു, സ്വഹാബാ നിങ്ങൾ നിസ്കരിച്ചവരാണല്ലോ, നോമ്പ് നോറ്റവരാണല്ലോ, സ്വതക്ക ചെയ്തവരാണല്ലോ, സകാത്ത് കൊടുത്തവരാണല്ലോ, നന്മകളുടെ വഴികളിലൂടെ നിങ്ങൾ കടന്നു വന്നവരാണല്ലോ. ഓ സ്വഹാബത്തേ, ഇന്നു നേരം വെളുത്തിട്ട് വീടിന്റെ അകത്തട്ടിൽ ശരീരം ചുക്കിച്ചുളഞ്ഞു പോയ, കണ്ണുകുഴിയിൽ വീണുപോയ പടച്ചറപ്പേ, നമ്മളെപ്പോലെ ശരീരത്തിനധികം വൃത്തിയില്ലാത്ത, നമ്മളെപ്പോലെ നല്ല വസ്ത്രമില്ലാത്ത വീടിന്റെ അകത്തട്ടിലുള്ള ഉമ്മയുണ്ടോ? വീടിന്റെ അകത്തട്ടിലുള്ള ബാപ്പയുണ്ടോ? അവർക്കൊരു ഗ്ലാസ് വെള്ളം കൊടുത്തവരാരാ? അവരോടൊരു സലാം പറഞ്ഞവരാരാ? അവരുടെ മുഖത്തൊന്ന് നോക്കിയിരുന്നവരാരാ? ഒരു മിനിറ്റെങ്കിലും അവരുടെ മുഖത്ത്, ഒരു സെക്കൻഡെങ്കിലും അവരുടെ മുഖത്ത് നോക്കിയിരുന്നവരാരാ? സ്വഹാബത്ത് അന്തം വിട്ടുപോയി. പടച്ചവന് ഇതേപോലെ റസൂലുള്ളാഹ് ഒരു ചോദ്യം ചോദിക്കുമെന്നറിഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിൽ നോക്കിയിരിക്കല് പുണ്യമല്ലേ? പരിശുദ്ധമായ കഅബാലയത്തിൽ നോക്കിയിരിക്കല് പുണ്യമല്ലേ? ഉമ്മാന്റെ പൂമുഖത്തേക്ക് നോക്കിയിരിക്കല് പുണ്യമല്ലേ? അങ്ങനെ പഠിപ്പിച്ച നേതാവാട് ആ നബി തങ്ങൾ ചോദിക്കുന്നു, നിങ്ങളിൽ ആരാ നിങ്ങളെ കൈ ഉയർത്താൻ പറ്റുമോ? നിങ്ങളുടെ കൂട്ടത്തിൽ ഉമ്മാന്റെ പൂമുഖത്ത് നോക്കിയിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞൊന്ന് ചിരിച്ചവരാരാ? സ്വഹാബത്ത് അവിടം നന്ദം വിട്ടുപോവുകയാണ്. ഉടൻ തന്നെ റസൂലുള്ളാഹ് പറയാ, ഇന്നത്തെ ദിവസത്തിൽ റഹ്മത്തിന്റെ മാലാകമാരുടെ സന്തോഷം നിങ്ങൾക്ക് നഷ്ടമായല്ലോ സ്വഹാബാ. ഇന്നത്തെ ദിവസത്തില് ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട്, ഇൻഷാ അല്ലാഹ് വാപ്പയുടെ കഥ നമ്മൾ നാളെ പറയും, ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് നമ്മളൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹ് പഠിപ്പിച്ചൊരു പാടുണ്ട്. എന്താണെന്നറിയോ? റഹ്മത്തിന്റെ മലക്ക് നിനക്ക് ദുആരക്കുന്നു. പ്രസവിച്ചു വളർത്തിയ ആ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ, ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ എത്ര സന്തോഷമാണെന്നറിയോ? എത്ര ആനന്ദമാണെന്നറിയോ? കരൽ പകുത്തോരാ കനൽ നിറഞ്ഞോരാ, കരൽ പകുത്തോരാ കനൽ നിറഞ്ഞോരാ, മുഖം പാടിയെങ്കിലും ഉറങ്ങൂല നേരാ, മുഖം പാടിയെങ്കിലും ഉറങ്ങൂല നേരാ, പകലം തീല്ല പകരം വരില്ല, പകലം തീല്ല പകരം വരില്ല, ഉമ്മാനെ തന്ന റബ്ബിൽ ശുക്റൊടുങ്ങില്ല, കരൽ പകുത്തോരാ കനൽ നിറഞ്ഞോരാ, കരൽ പകുത്തോരാ കനൽ നിറഞ്ഞോരാ, മുഖം പാടിയെങ്കിലും ഉറങ്ങൂല നേരാ,
മുഖം വാടിയെങ്കിലും ഉറങ്ങൂല നേരാ. പടച്ചവനെ, ജീവിതത്തിന്റെ വഴികളിലൂടെ കടക്കുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പെങ്ങള്, വീടിന്റെ കത്തത്തിൽ നമ്മളെ പൊന്നുപോലെ കൊണ്ടുവന്നിട്ട് സ്നേഹത്തോടെ പോറ്റി വളർത്തിയ ഉമ്മയെ നമുക്കറിയുമല്ലോ. നമ്മുടെ മുഖമൊന്ന് വാടിപ്പോയാൽ ഏറ്റവും കൂടുതൽ കണ്ണു നിറയുന്നതാരുടെയാ? എന്റെയും നിങ്ങളുടെയും ഉമ്മയുടെയല്ലേ? എപ്പോഴും ചിരിക്കുന്ന പുന്നാര മകന്റെ മുഖത്ത് ചിരിയില്ലാതെ പോയാ, ആ വെളിച്ചമൊന്ന് നഷ്ടപ്പെട്ടു പോയാല് നമ്മുടെ പുന്നാര ഉമ്മ ഓടി വരുമല്ലോ. ഓടി വന്നിട്ട് അവിടെ നിന്ന് കവിളത്ത് മൊത്തം തന്നിട്ട് ചോദിക്കാട്, എന്ത് പറ്റിയെന്ന് പറമോനെ? ഉമ്മയില്ലേടാ നിനക്ക്? നീ ആരെ പേടിച്ചിട്ടാ മോനെ നടക്കുന്നത്? നിനക്ക് സങ്കടം വന്നാ, നിനക്ക് വേദന വന്നാ, നിനക്ക് വിഷമം വന്നാ, നിനക്കുമ്മയില്ലേടാ എന്ന് പറഞ്ഞ് ഓടി വരുന്നൊരു ശരീരമുണ്ടെങ്കിൽ ദുനിയാവിന്റെ പുറത്തിൽ ആ ശരീരത്തിന് പറയുന്ന ഒരു പേര് അതുമ്മയെന്നാ. മുഖം പാടിയെങ്കിലും ഉറങ്ങൂല നേരാ. മുഖം പാടിയെങ്കിലും ഉറങ്ങൂല നേരാ. പകലം തീയില്ല, പകരം വരില്ല. പകലം തീയില്ല, പകരം വരില്ല. ഉമ്മാനെ തന്ന റബ്ബിൽ ശുക്റൊടുങ്ങില്ല. പടച്ചവനെ, ജീവിതത്തിന്റെ ഉള്ളിൽ നമുക്ക് സാന്ത്വനം തന്ന കരങ്ങളാ നമ്മുടെ ഉമ്മ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയാട്, എനിക്കെന്റെ ഉമ്മയെ പൊന്നുപോലെ നോക്കാൻ പറ്റിയിട്ടില്ല. എന്റെ 6 വയസ്സിൽ എന്റെ ഉമ്മ പോയല്ലോ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സഹാബ, അല്ലാഹു നിങ്ങൾക്ക് എത്ര നിഅമത്താ ചെയ്തത്, അല്ലാഹു എത്ര സന്തോഷമാ ചെയ്തത്. വീടിന്റെ തട്ടിലേക്കൊന്ന് ഓടിച്ചെന്നാൽ നിങ്ങൾക്ക് ഭക്ഷണം തരാ, നിങ്ങൾക്ക് വെള്ളം തരാ, നിങ്ങളെ ചിരിപ്പിക്കാ, നിങ്ങളുടെ വേദന വന്നാൽ സമാധാനത്തിന്റെ വാക്ക് തരാറ് ഉമ്മയില്ലേ സ്വഹാബ? ആ പാവപ്പെട്ടവരെ നീ കാരണം ഒന്ന് ചിരിപ്പിച്ചു കഴിഞ്ഞാ അല്ലാഹുവിന്റെ സ്വർഗം നിന്നെ കാത്തിരിക്കുകയാണ്. പടച്ചവനെ, ഇന്നവരെ ചെയ്തു പോയ സകലമായ ഇബാദത്തും അല്ലാഹു തആല സ്വീകരിക്കുമെന്ന് ലോകത്തിന്റെ തിരുദൂതരെ മുഹമ്മദുർ റസൂലുള്ളാഹ് റക്കെന്ന് പറയും നബിയുനാ റസൂലുള്ളാഹി. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല, കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല. ഉമ്മ ജീവിച്ചിരിക്കുമ്പോ അല്ലേ? ഇന്നും ഞാൻ അൽഹംദുലില്ലാഹ്, ഞാൻ നമ്മുടെ നാടുകളിലൊക്കെ വാദിന് പോകുമ്പോ എന്റെ വാഹനം ഓടിക്കുന്ന എന്റെ ഡ്രൈവറുടെ പേര് അബ്ദുള്ള എന്നാണ്. അതൊരു മന്നാനിയാണ്, അൽഹംദുലില്ലാഹ്, ഒരു ഉസ്താദും കൂടെയാണ്. അപ്പൊ എല്ലാ ദിവസവും മൂപ്പർ എന്റെ കൂടെ വരുമ്പോഴും അൽഹംദുലില്ലാഹ് ധൈര്യമായിട്ട് ഞാൻ കിടന്നുറങ്ങും. പിന്നെ കാസർഗോഡൊക്കെ പോയാൽ അൽഹംദുലില്ലാഹ് പ്രസാക്കും വരും. അപ്പോ ഞാനങ്ങനെ ധൈര്യമായിട്ട് ഉറങ്ങുന്നതിൽ എനിക്കൊരു കാര്യമുണ്ട്. ആ കാര്യം നമ്മുടെ ഉമ്മാന്റെ ദുആ ഉണ്ടല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങൂല. ആ കരങ്ങൾ ഉള്ളിടത്തോളം കാലം ധൈര്യമായി നമുക്ക് എവിടെയും പോകാം, ഏത് വഴിയിലും പോകാം. നമ്മളെത്ര വെറുപ്പിച്ചാലും, നമ്മളെത്ര കണ്ണീര് നമ്മളവരെ ഒലിപ്പിച്ചാലും, നമ്മൾ ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങിയ നമ്മളെക്കാളും വയറു നോവുന്ന ഉമ്മക്കാണ്. മോനെടാ എഴുന്നേക്കടാ, ചോറ് കഴിക്കടാ, ഭക്ഷണം കഴിക്കടാ, ഉമ്മ അതൊക്കെ ക്ഷമിച്ചടാ അല്ലെ. ഇങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന ഒരു ശരീരം ഉണ്ടെങ്കിൽ ആ നമ്മുടെ ഉമ്മമാരാണ്. അള്ളാഹു ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മനസ്സിൽ തട്ടിപ്പോ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. വിട പറഞ്ഞു പോയ മാതാപിതാക്കൾ അങ്ങനെയുള്ള പലരും ഈ കൂട്ടത്തിലുണ്ട്. അവര് നിങ്ങളെ നോക്കുന്ന, നിങ്ങൾ ഈ വാലിന്റെ മജ്‌ലിസിൽ ഇരിക്കണ വെറുതെ അല്ല, നിങ്ങളുടെ ഈ ഇരുത്തം അവർ കാണുന്നുണ്ട്. അള്ളാഹ് അവർക്ക് കാണിച്ചു കൊടുക്കാൻ, അവരുടെ ഖബറിൽ നന്മ എഴുതാൻ ഒറ്റ നിയത്ത് വെക്കണം. പടച്ചോനെ, ഞാൻ ഇവിടെ ഇരിക്കാൻ, എന്റെ ഉമ്മാന്റെ ഖബറിടത്തിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിക്കണേ, അള്ളാഹ് എത്തിച്ചു കൊടുക്കും. എന്റെ വാക്കല്ല, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്. നബിതങ്ങൾ പറയാ, സഹാബത്തെ, എനിക്കെന്റെ ഉമ്മാനെ പൊന്നുപോലെ നോക്കാൻ പറ്റിയിട്ടില്ല. എന്റെ കുഞ്ഞിലെ എന്റെ ഉമ്മ പോയി, എന്റെ വാപ്പ നേരത്തെ പോയി, പാവപ്പെട്ടവനാ ഞാൻ.
എനിക്കെൻ്റെ ഉമ്മാന്റെ അടുക്ക ഒരുപാട് ഇരിക്കാനൊന്നും എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല. ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിന്റെ കൽബിൽ നൊമ്പരം പേരൂത്ത്, ആറ്റലായ മോനയോർത്ത് വേദന പേരൂത്ത്. അങ്ങനെ കാലം കഴിഞ്ഞു, കാലമോരോ നാളിൽ ആമിനാബിയും മകനെ വിട്ടുപോയി മണ്ണിൽ. അങ്ങനെ കാലം കഴിഞ്ഞു, കാലമോരോ നാളിൽ ആമിനാബിയും മകനെ വിട്ടുപോയി മണ്ണിൽ. സ്വഹാബാ, എനിക്കെന്റെ ഉമ്മയെ ചേർത്തിരുത്താം റബ്ബെനിക്ക് അവസരം ഒരുപാട് തന്നിട്ടില്ലല്ലോ. സ്വഹാബാ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉമ്മയുള്ളവരാരെന്ന് ചോദിച്ചപ്പോ എനിക്ക് ഉമ്മയുണ്ടെന്ന് പറഞ്ഞ എന്റെ സ്വഹാബത്തെ, നിങ്ങൾക്ക് ഏറ്റവും നല്ല സൗഭാഗ്യമേതെന്നറിയോ? ആ ഉമ്മയുടെ അരികത്ത് പോയിട്ട് ഒരു5 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയാലോ. മക്കൾക്ക് എത്ര വയസ്സായിക്കോട്ടെ, മക്കൾക്ക് എത്ര വയസ്സ് പ്രായമാകട്ടെ, 60 വയസ്സാകട്ടെ, 70 വയസ്സാകട്ടെ, ശരീരങ്ങൾ മുഴുവനും ചുക്കുചുളിഞ്ഞു പോയ വയോവൃദ്ധയായ നിന്റെ ഉമ്മ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ അരികത്ത് പോയിരിക്കാൻ പറ്റോ? ഉമ്മ എന്നൊന്ന് വിളിക്കാൻ പറ്റോ? ഇന്ന് 60 വയസ്സ് കഴിഞ്ഞ ഉമ്മ മക്കൾ ഉമ്മാന്ന് വിളിക്കുന്നത് കേൾക്കാന് അവിടെ നിന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പൊന്നുമക്കളെ, ഒരിക്കലും നമ്മൾ അവരെ കുറ്റപ്പെടുത്തരുതേ, ഒരിക്കലും നമ്മൾ അവരെ ആക്ഷേപിക്കരുതേ. അല്ലാഹുവേ, അങ്ങനെ കാണാൻ വന്നു പോയാൽ ദുനിയാവും ആഖിറവും നമുക്ക് പരാജയപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് കൂട്ടുകാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ വാക്കറിയോ? വഖലാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ഇവിടെ ഇരിക്കുന്ന എന്റെ ചെറുപ്പക്കാരാ, ഏറ്റവും വലിയ ജഡ്ജി ആരെന്നറിയോ? ഏറ്റവും വലിയ ജഡ്ജി ആരെന്നറിയോ? അത് പടച്ച തമ്പുരാനാ. ആ റബ്ബ് പറയാണോ, വഖലാ റബ്ബുക, നിന്റെ റബ്ബാണ് നിന്നോട് ജഡ്ജ്മെന്റ് ചെയ്യുന്നത്. അല്ലാഹ് പറയാ, അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ, എന്നെ അല്ലാതെ മറ്റൊന്നിനെയും നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പിന്നെ പറഞ്ഞ ഒരു വാക്കേതെന്നറിയോ? വബിൽ വാലിദൈനി ഇഹ്സാനാ. നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, നിന്റെ ബാപ്പയുണ്ടല്ലോ, അവർക്ക് നന്മകൾ ചെയ്യാനാണ്, അവർക്ക് നന്മകൾ ചെയ്യാനാ എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്നത് കേട്ടോ? ഇമ്മാ
യബ്ലുഗന്ന അയതകൽ കിബറ അഹദുഹുമാ പടച്ച റബ്ബേ ഔ കിലാഹുമാ നിന്റെ ഉമ്മയും നിന്റെ ബാപ്പയും അല്ല അവരിൽ രണ്ടിൽ ഒരാൾ നിന്റെ ചാരത്തെത്തി കഴിഞ്ഞാ ഫലാ തഖുല്ലഹുമാ ഉഫ് അല്ലാഹുവിന്റെ ഖുർആൻ പറയാട് അവര് പാപങ്ങളാ അവര് വയസ്സായവരാ ഓർമ്മ കുറഞ്ഞവരാ അവരെന്തെങ്കിലൊക്കെ പറഞ്ഞു പോയാൽ ഫലാ തഖുല്ലഹുമാ ഉഫ് നിന്റെ ഉമ്മയോട് വാപ്പയോട് നീ എന്ത് വർത്തമാനമാണ് തള്ളേ എന്ന് പറയരുത് ഇതെന്ത് പണിയാ ചെയ്തേ എന്ന് ചോദിക്കരുത് നിങ്ങളെ കൊണ്ട് എന്തിനു പറ്റുമെന്ന് പറയല്ലേ ഉമ്മാനവര് വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് റബ്ബ പറയാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ നിന്റെ ഉമ്മയോട് നിന്റെ ബാപ്പയോട് മാന്യമായിട്ട് സംസാരിക്കുമോനെ എന്റെ ചെറുപ്പക്കാരാ വളരെ ബഹുമാനത്തോടെ സംസാരിക്കൂ അവിടെ പനി പിടിച്ചിരിക്കുന്ന ഉമ്മയുടെ അരികത്ത് പോയിട്ട് ഉമ്മയുടെ തലയിലോടൊന്ന് മകൻ തടവുകയാണ് ഉമ്മയുടെ തലയിലോടൊന്ന് മകള് തടവുകയാണ് അങ്ങനെ തടകിയിട്ട് പറയുന്നു ഉമ്മ പുറത്ത് ചൂടുണ്ടല്ലോ ഉമ്മ ആ ചുക്കിച്ചൊളിഞ്ഞിരിക്കുന്ന കവിൾ തടത്തിലൂടെ ഒരു തുള്ളി കണ്ണുനീര് വരാതിരിക്കാൻ ആ ചുക്കിച്ചുളഞ്ഞ ശരീരത്തെ നിങ്ങൾക്കൊരു മുത്തം കൊടുക്കാൻ പറ്റുമോ ആ രണ്ട് കവിളത്ത് മുത്തം കൊടുത്തിട്ടുമ്മ എന്റെ ഉമ്മക്ക് എന്ത് വേണോ പറഞ്ഞോ ഉമ്മ വഖുല്ലഹുമാ ഖൗലൻ കരീമാ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് സാധിക്കണമല്ലോ ആ ഉമ്മയുടെ പൂമുഖത്ത് നോക്കിയിട്ട് ആ ഉമ്മയുടെ അരികത്ത് പോയിരുന്നിട്ട് ഞാനുണ്ടുമ്മാന്ന് പറഞ്ഞിട്ട് ആ ഉമ്മയെ സന്തോഷിപ്പിക്കാറ് ഇവിടെ ഉള്ള ഓരോരുത്തർക്കും കഴിയണമല്ലോ എന്നിട്ടോ റബ്ബ് പറയാ വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മാ നിങ്ങളുടെ ഉമ്മക്കും ബാപ്പക്കും കാരുണ്യത്തിന്റെ ചിറക് നിങ്ങൾ വിരിക്കുക എന്ന് പറഞ്ഞാൽ അവരെ വെറുപ്പിക്കരുതേ അവരെ കുറ്റപ്പെടുത്തരുതേ അവരെ ആക്ഷേപിക്കരുതേ അവരെ കളിയാക്കരുതേ അവരുടെ കണ്ണു നിറയിപ്പിക്കരുതേ അവര് പറയുന്നത് കേൾക്കാതെ കടന്നു പോകരുതേ അതുകൊണ്ട് എന്ത് വേണമെന്നറിയോ വഖുല്ലഹുമാ ഖൗലൻ കരീമാ നല്ലതുപോലെ മയമുള്ള വാക്കുകൾ പറയാ അത് പറഞ്ഞിട്ട് റബ്ബ് പറയാ പറമോനെ വഖുർ റബ്ബിർഹുമഹുമാ കമാ റബ്ബയാനി സഗീറാ പടച്ചവനെ നമുക്കൊരുപാട് സ്നേഹം തന്നത് നമുക്കൊരുപാട് സന്തോഷം തന്നത് നമുക്കൊരുപാട് ആനന്ദം തന്നത് എന്റെ ഉമ്മയാണല്ലോ റബ്ബേ അതുകൊണ്ട് പടച്ചവനെ അവർക്ക് സന്തോഷം കൊടുക്കണേ അല്ലാഹുവേ കാരുണ്യത്തിന്റെ റഹ്മത്ത് എന്റെ ഉമ്മാക്കും എന്റെ ഉപ്പാക്കും നീ കൊടുക്കണേ അല്ലാ അങ്ങനെ പറയാൻ ഓരോ മക്കളോട് ആദ്യം പറഞ്ഞതാരെന്നറിയോ അത് പരിശുദ്ധമായ ഖുർആനാണ് എന്തിനേറെ മഹാനായ ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് യുരീദുൽ ബിർറ ബിഹിമാ ഉമ്മാക്കും ബാപ്പാക്കും സേവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫലാ യുഗല്ലിദു ലഹുമാ ഫിൽ ജവാബ് വലാ യുഹിദ്ദു النظر ഇലൈഹിമാ ولا يرفع صوته عليهما بل يكون بين يديهما مثل اللبد بين سيد تذللا لهما എന്റെ പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചു കേട്ടോ ഉമ്മക്ക് ഗുണം ചെയ്യുക വാപ്പക്ക് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തേ പറയുന്നത് ഫലാ യുഗല്ലിദു ലഹുമാ ഫിൽ ജവാബ് ഉമ്മ വിളിക്കാൻ വീട്ടിലേക്ക് മകൻ ചെന്നപ്പോ ഉമ്മ വിളിച്ചു മോനെ എന്താ തന്നെ
അവരുടെ വിളിക്ക് ഉത്തരം കൊടുക്കണല് രണ്ട് ക്വാളിറ്റിയാണ്. ഒന്ന്, നമുക്ക് നല്ല വേദനയൊക്കെ ഉണ്ടാകും, ആ സമയത്ത് ഉമ്മ വിളിക്കുന്നു, മോനെ. അവർക്ക് നമ്മളേ ഉള്ളൂ അല്ലേ, അവർക്ക് നമ്മളേ ഉള്ളൂ. ഉമ്മ ഉമ്മ എന്നു വിളിക്കാനാരും മടിക്കല്ലേ, ഉമ്മയുടേതൻ കൽബിനെ വെട്ടിമുറിക്കല്ലേ. ഉമ്മതൻ കാൽക്കൽ സ്വർഗമതുണ്ട്, പാവചനങ്ങൾ അതും ഇതുമൊന്നു മറന്നീടല്ലേ. വീട്ടിന്റെ ഉള്ളിൽ കടമത്ത് തീരത്ത് നമ്മുടെ പിന്നെ കിൽത്താന്റെ തീരത്ത് കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അസറിന്റെ ടൈമിൽ ഉമ്മ മണൽപ്പരപ്പിലിരിക്കാൻ മകൻ ബൈക്കിൽ പോകുന്നുണ്ട്. മോനേന്ന് വിളിച്ചു. നമ്മളങ്ങനെ ഉമ്മാക്കുള്ള വിളിക്കുത്തരല്ല. ഉമ്മ വിളിച്ചു, മോനെ ഞാനിപ്പോ വരാം. അതല്ല വേണ്ടുന്നത്. ഉമ്മ വിളിച്ചാൽ അവിടെ നിൽക്കണം. എന്റെ ഉമ്മ വിളിച്ച് അല്ലേ, നമ്മൾ അരികത്തേക്ക് പോയിട്ട് എന്താ ഉമ്മാനെ വിളിച്ചിരുന്നോ, കേട്ടില്ലെങ്കിൽ പോലും ഉമ്മാന്റെ അരികത്ത് പോയിട്ട് നമ്മളൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. ഏതൊരു പുരുഷന്റെ പിന്നിലും ഏതൊരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നിലും ആരുണ്ട്? അല്ല, നമ്മൾ സാധാരണ പറഞ്ഞ വാക്ക് എന്താ, ഒരു പെണ്ണുണ്ടെന്നാണ്. അങ്ങനല്ലേ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പറയും. ഇപ്പൊ റീൽസിലൊക്കെ പറയുന്ന എന്താ, അതിങ്ങനെ പറഞ്ഞിട്ട് പറയും ആരാണ്, അത് ഭാര്യയാണ്. ഭാര്യ ഓക്കെയാണ്. എല്ലാവരുടെ വിജയത്തിന്റെ പിന്നിലും ഒരു പെണ്ണെന്ന് പറഞ്ഞു, അത് ഉമ്മയാണ്. ആ ഉമ്മാന്റെ കൈകൾ പടച്ചോനെ എന്റെ കുട്ടിയെ നല്ല കുട്ടിയാക്കണേ അല്ലാ. ആ ഉമ്മാന്റെ മനസ്സറിഞ്ഞിട്ടുള്ള ദുആ ഒരിക്കലും നമുക്ക് തട്ടിക്കളയാൻ പറ്റൂല. നമ്മളറിയൂല നമുക്ക് വേണ്ടി ഉമ്മ എത്ര കഷ്ടപ്പെട്ടു എന്ന്, എത്ര വേദനകൾ. ഉമ്മാടെ വിളിക്ക് നമ്മൾ ഉത്തരം കൊടുക്കണം. ആ ഉമ്മാന്റെ വിളിക്ക് നമ്മൾ ഉത്തരം കൊടുത്തുകൊണ്ട് കടന്നു വരുമ്പോഴാണ് നമുക്കെല്ലാവർക്കും സന്തോഷത്തോടു കൂടിയിട്ട് അവിടെ നിന്ന് കടന്നു പോകാൻ പറ്റുന്നത്. ഇല്ലേ, നമുക്കൊക്കെ അറിയാം മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി തങ്ങള് ഉവൈസുൽ ഖറനിയെ കണ്ടാൽ ദുആ ചെയ്യണം എന്ന് പറഞ്ഞു സ്വഹാബത്തിനോട്. ശ്രദ്ധിക്കണം, വല്ലാത്തൊരു സംഭവമാണ്. എല്ലാ ദിവസവും ഉവൈസുൽ ഖറനി പ്രിയപ്പെട്ട ഉമ്മയുടെ ചാരവം നിട്ടു പറയും, എന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്തൊരാഗ്രഹമുണ്ട്, ലോകത്തിന്റെ തിരുദൂതരായ മദീനയുടെ മണിമുത്തിന്റെ ആ സുന്ദരമായ പൂമുഖമൊന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഉമ്മ. അതുകൊണ്ട് എന്റെ പുന്നാര ഉമ്മ, ഞാനൊന്ന് പൊക്കോട്ടെ എന്റെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ. ഉമ്മ പറഞ്ഞു, മോനെ ഉമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, ഉമ്മയോട് ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ മോൻ പോയാ പിന്നെ ഉമ്മാക്കാരാ. ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ മണിമുത്തിനോട് അടങ്ങാത്ത സ്നേഹമുള്ളവർ. ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, ഉമ്മ ശരി, ഞാൻ പോകൂല. ചോദിച്ച് അവസാനം ഉവൈസുൽ ഖറനി എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരോട് പറയാ, മോനെ കടന്നു പൊക്കോ, അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ എന്റെ പൊന്നുമോൻ പൊക്കോ. പക്ഷേ ഉമ്മാക്കൊരൊറ്റ ഡിമാൻഡേ ഉള്ളൂ, എന്റെ പൊന്നുമോനെ നീ പരിശുദ്ധമായ മദീനയിൽ പോയാല് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടാലും നബി തങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും നീ തിരിച്ചുമ്മാന്റെ മുമ്പിൽ വരണമെന്ന് പറഞ്ഞിട്ട് മകനിക്ക് അവിടുന്ന് സമയം കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കാണാനുള്ള അടങ്ങാത്തൊരാഗ്രഹം ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തില് ആവേശത്തിന്റെ തിരമാലകൾ പടർന്നിട്ട് മദീനത്തേക്ക് ഓടുകയാണ് ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. പക്ഷേ ഉവൈസുൽ ഖറനി വരുമ്പോ റസൂലുള്ളാഹി അവിടെയില്ല. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ, റസൂലുള്ള ജീവിച്ചിരിപ്പുണ്ടോ നമ്മൾ കണ്ടിട്ടേ മടങ്ങിപ്പോവൂ. ഉമ്മ പറഞ്ഞു, നബിയെ കണ്ടാലും കണ്ടില്ലെങ്കിലും ഉമ്മാന്റെ കുട്ടി തിരിച്ചു വരണേ, ഉമ്മ തനിച്ചാ പൊന്നുമോനെ. ഈ ഒരു വാക്ക് പറയുമ്പോ അനുസരണയുള്ള കുട്ടിയെ പോലെ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ റസൂലുള്ളാഹി ഇല്ലല്ലോ. കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് വിങ്ങിപ്പൊട്ടിയിട്ട് ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു കടന്നു പോവുകയാണ്. എവിടേക്കെന്നറിയോ,
പ്രിയപ്പെട്ട ഉമ്മാന്റെ മുമ്പിലേക്ക് മുത്തുനബി തങ്ങളെ കണ്ടിട്ടില്ല. പക്ഷേ ഉമ്മ ഒരു വാക്കു പറഞ്ഞു, മോനെ ഉവൈസ്, റസൂലുള്ളാഹിനെ കണ്ടാലും കണ്ടില്ലെങ്കിലും ഉമ്മാന്റെ കുട്ടി തിരിച്ചു വന്നേക്കണേ. കേട്ടപാട് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബ് പിടഞ്ഞു പോയി, മനസ്സ് പൊട്ടിപ്പോയി. തിരിച്ചവിടന്ന് മടങ്ങി വന്നവിടേക്ക് ഉമ്മാന്റെ മുമ്പിൽ ഉമ്മ തിരിച്ചു വന്നു. ഉമ്മ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല ഉമ്മ. എന്നാൽ അവിടെ ഇതേ ഉവൈസിനെ പറ്റിയിട്ട് സ്വഹാബത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, സ്വഹാബാ, ഉവൈസുൽ ഖർനിയെ നിങ്ങൾ കണ്ടുപോയാൽ ആ ഉവൈസിനോട് നിങ്ങൾ ദുആരക്കാൻ പറയണമെന്ന് ലോകത്തിന്റെ മണിമുത്തവിടെന്ന് പറഞ്ഞു പോയെങ്കിൽ അത്രയും സ്ഥാനം ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ എത്തിച്ചതേതെന്നറിയോ? പ്രിയപ്പെട്ട ഉമ്മാന്റെ ഒരൊറ്റ വാക്കാട്, മുത്തുനബിയെ കണ്ടാലും ഇല്ലെങ്കിലും ഉമ്മാന്റെ കുട്ടി തിരിച്ചു വരാമോ? എന്തിനേ അതിനുശേഷം ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഖറനിന്റെ ഭാഗത്തേക്കൊന്ന് കടന്നു പോവുകയാണ്. അവിടെ ഇങ്ങനെ ചെന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. മദീനത്തും ആരെങ്കിലും കടന്നു വന്നാൽ ഒരൊറ്റ ഓട്ടമാണ്. ഉവൈസ് റളിയല്ലാഹു അൻഹുവിന് ഇരുത്തം വരൂല. എല്ലാ ദിവസവും പോയിട്ട് ചോദിക്കും, മദീനത്തും ആരെങ്കിലും വന്നോ എന്ന് ചോദിച്ചിട്ട് അവസാനം മദീനത്തും ആരെങ്കിലും കടന്നു വന്നോ എന്ന് ചോദിച്ചിട്ട് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു വന്നറിഞ്ഞാൽ ആ മദീന കണ്ടു വന്നവരുടെ കണ്ണിൽ മുത്തം കൊടുക്കാട്, ആ മദീന കണ്ടവരുടെ കണ്ണിൽ മുത്തം കൊടുക്കാട്. അവരോട് ചോദിക്കുന്നു, നിങ്ങളെത്ര ഭാഗ്യമുള്ളവരാണ്, നിങ്ങളെത്ര ഭാഗ്യമുള്ളവരാണ്. അല്ലാഹുവിന്റെ റസൂലുള്ളാഹിനെ നിങ്ങൾ കണ്ടുപോയല്ലോ, ആ നബി തങ്ങളെ കാണാനുള്ള ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവരുടെ കണ്ടടങ്ങളിൽ ഉമ്മ കൊടുക്കുമ്പോ, എന്റെ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്. റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്ത് ഒരു വശത്ത്, ഉമ്മാന്റെ വാക്കിന് വില കൊടുക്കുന്നത് മറ്റേ വശത്ത്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ സഹോദരങ്ങളോട് പറയാ, ഉമ്മാനെ മറക്കല്ലേ. അവരുടെ ഒരു വിളിക്കുപോലും പടച്ചവന്റെ മുമ്പിൽ സ്ഥാനമുണ്ട്. അതുകൊണ്ട് അവരെ മറന്നിട്ട് ദുനിയാവിന്റെ പുറത്ത് പാശ്ചാത്യന്റെ പച്ച പരിഷ്കാരത്തിന്റെ പർദീസയിലൂടെ പാറിപ്പറന്നിട്ട് പടച്ചവനെ പോലും നാണിപ്പിക്കുന്ന കോലത്തില് അഹന്തയോടെ ആർഭാടത്തോടെ കടന്നു പോയ ദുനിയാവിന്റെ പുറത്തു നിനക്ക് വിജയിക്കാൻ കഴിയില്ലല്ലോ ചെറുപ്പക്കാരാ. അതുകൊണ്ട് അവരെ വെറുപ്പിക്കാതെ അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു പോകണേ. നബിയുനാ മുഹമ്മദ് മുസ്തഫ ഫലാ യുഗല്ലിദു ലഹുമാ ഫിൽ ജവാബ്. അവരെന്തു പറഞ്ഞാലും, അവർ നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഫലാ യുഗല്ലിദു ലഹുമാ ഫിൽ ജവാബ്, നീ ഒരിക്കലും അവരുടെ വാക്കിനെ എതിര് വരരുത്. എനിക്കിപ്പോ സമയമില്ല, ഈ തള്ളെ കൊണ്ട് ആകപ്പാടെ കുടുങ്ങിയിട്ടുള്ളത്. എപ്പോ നോക്കിയാലും ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്ന ഒരു ഉമ്മ. നമുക്ക് വേറെ ജോലിയില്ല ഉമ്മ, എന്തിനെപ്പോഴും ഇങ്ങനെ കണേ കണേ പറഞ്ഞിട്ട് എന്ന് ചോദിക്കുന്ന മക്കളില്ലേ? ഉമ്മ അങ്ങനെ, വാപ്പയും അങ്ങനെ വിളിച്ചോണ്ടിരിക്കവര്. സ്വർഗം നേടാൻ പാടാണ്. അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ വിരിച്ചിട്ടതാ, നീ എത്ര കാലം അതിൽ കിടന്നു സുഖിച്ചതാ. നമ്മുടെ ഉമ്മയുടെ നെഞ്ചകത്ത് എത്രയോ ദിവസങ്ങൾ നമ്മൾ കിടന്നിട്ടുണ്ട്. പാതിരാത്രിയിൽ മക്കൾ ഉറങ്ങുന്നൊരു സമയം ഉമ്മാക്ക് നല്ല ഉറക്കണ്ടാവും. ആ ഉറക്കത്തിന്റെ ആ ഒരു ടൈമിൽ പോലും മക്കള് കരഞ്ഞാൽ ഉമ്മാന്റെ നെഞ്ചകത്തേക്ക് മക്കളെടുത്ത് കിടത്തും. ആ സാധു എടുത്ത് കിടത്തിയിട്ട് അവർക്ക് ഉറക്കമില്ല. അവരിങ്ങനെ പാടും, താലോലം 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 കുഞ്ഞേ താലോലം കേട്ടു നീ ഉറങ്ങണം മോനെ. ആറ്റലായ പൈതലേ ആരംഭ പൊന്നോമലേ ആശയേറും ആമ്പലേ
അല്ല തന്ന കാതലേ. അവരിങ്ങനെ താലോല പാട്ട് പാടി ഉറക്കും. അതാണ് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പറഞ്ഞത്, അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ വിരിച്ചിട്ടതാ, നീ എത്ര കാലം അതിൽ കിടന്ന് സുഖിച്ചതാ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അങ്ങനെയാണ്. നമ്മൾ വയസ്സായി ചിലപ്പോ 40, 50, 60 വയസ്സൊക്കെ നമുക്ക് ഉണ്ടാകും. കബറിൽ കിടക്കണം ഉമ്മാനെന്ന് ഓർക്കണം. ആ സാധുക്കൾ എത്ര കൊല്ലം കൊണ്ട് കബറിൽ കിടക്കുന്നുണ്ട്, ചിന്തിച്ചിട്ടുണ്ടെങ്കില്. വീട്ടിന്റെ ഉള്ളിൽ അടച്ചിട്ട റൂമില് 1 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കിടക്കാൻ പറ്റൂല. 1 മണിക്കൂർ AC വേണം. AC ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഫാൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഫാൻ ഇല്ല, AC ഇല്ല. അങ്ങനത്തെ ഒരു റൂമിൽ നമുക്ക് 1 മണിക്കൂർ കിടക്കാൻ പറ്റൂല. വീതിയുള്ള റൂമിന്റെ ഉള്ളില് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. വർഷങ്ങളായി കിൽത്താൻ ദ്വീപിന്റെ പള്ളിയുടെ ഖബർസ്ഥാനിൽ എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാർ, എത്രയോ പ്രിയപ്പെട്ട വാപ്പമാർ ആരോരുമില്ലാതെ കിടക്കുന്നുണ്ട്. നമ്മളിൽ എത്ര മക്കളാണ് അവർക്കൊരു ഫാത്തിഹ ഓതുന്നത്? നമ്മളിൽ എത്ര മക്കളാണ് അവർക്കൊരു യാസീൻ ഓതുന്നത്? നമ്മളിൽ എത്ര മക്കളാണ് ആ പ്രിയപ്പെട്ട ഉമ്മക്കും വാപ്പക്കും വേണ്ടി സ്വതക്ക ചെയ്യുന്നത്? നമ്മളിൽ കുറവാണ്. കാലഘട്ടം മാറി. ഉമ്മാനെ ഓർക്കുന്ന മക്കൾ ഉണ്ടായിരുന്നു പണ്ട്. ഉമ്മക്ക് വേണ്ടി എന്തും കൊടുക്കുന്ന മക്കൾ ഉണ്ടായിരുന്നു. അച്ചോനെ, എന്റെ ഉമ്മ കബറിലാണ്, എന്റെ വാപ്പ കബറിലാണ് എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് എല്ലാ റബ്ബിന് കൊടുത്തിരുന്ന മക്കളുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞുപോയി. ഇന്നത്തെ മക്കൾക്ക് ബാപ്പയുടെ ഖബർ അറിയില്ല, ഉമ്മാന്റെ ഖബർ അറിയില്ല. അതുകൊണ്ട് സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഇന്ന് ബക്കറ്റ് കൊണ്ടുവരുമ്പോ ഉമ്മാക്ക് വേണ്ടി ഹദിയ ചെയ്തോ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ നിന്ന് പറയുന്നത് ഇല്ലേ, നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ, അവരെ ഒരിക്കലും നമുക്ക് മറക്കാൻ പാടില്ല. വിട പറഞ്ഞു പോയ മാതാപിതാക്കളുടെ ഖബർ അല്ലാഹു സ്വർഗത്തിന്റെ വീടാക്കട്ടെ. ആമീൻ പറയും. അല്ലാഹു സ്വർഗത്തിന്റെ വീടാക്കട്ടെ. അല്ലാഹു സ്വർഗത്തിന്റെ വീടാക്കട്ടെ. കണ്ണെത്താത്ത ദൂരത്തോളം അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കട്ടെ. ഈ സദസ്സിൽ നിങ്ങൾ വന്നതുകൊണ്ട് അവർക്ക് കിട്ടിയൊരു ഭാഗ്യം നിങ്ങളുടെ ആമീനാണ്, നിങ്ങളുടെ ആമീനാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ പ്രിയപ്പെട്ട ഉമ്മാനെ മറക്കാൻ പാടില്ലല്ലോ. ഒരു വേള ലോകത്തിന്റെ രാജകുമാരൻ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീട്ടിന്റെ അകത്തട്ടിൽ ഇരിക്കുമ്പോ, ഈ ചരിത്രം ഇവിടെ ഇരിക്കുന്ന ഓരോ ചെറുപ്പക്കാരന്റെ ഹൃദയത്തില് തുളച്ചു കയറട്ടെ എന്റെ പൊന്നുമോന്. അല്ലാഹുവേ, 20, 26, 25 വയസ്സുള്ള എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണങ്ങളായ എന്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരോടാ പറയുന്നത്. പൊന്നുമോനെ, കാത് കൊടുത്തു കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീന പള്ളിയിൽ ഇരിക്കുമ്പോ ഓടി വരും 2 ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ. 2 പേരെയും അല്ലാഹുവിന്റെ റസൂല് അവിടന്ന് ചേർത്തിരുത്തുകയാ. 2 പേരെയും എടുത്തിട്ട് കവിൽ തടത്തില്, ഫാത്തിമയുടെ മക്കളാണല്ലോ എന്ന് പറഞ്ഞിട്ട് കവിൽ തടത്തില് മുത്തം കൊടുക്കുമ്പോ, പടച്ചവനെ, അത് കഴിഞ്ഞിട്ട് റസൂലുള്ള ചുംബനം കൊടുത്തിട്ട് പറയാ, മക്കളെ സംബന്ധിച്ചിടത്തോളം വാപ്പമാരെ ലുബ്ധരാക്കുന്നത് മക്കളാട്. വാപ്പമാരെ അവിടുന്ന് ബഹീലത്തരം കാണിപ്പിക്കാ ഒരുക്കുന്നത് മക്കളാട്. ഇത് പറയുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഈ ഒരു വാക്ക് റസൂലുള്ള പറഞ്ഞ എങ്ങനെന്നറിയോ? പടച്ചവനെ, കല്യാണം കഴിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് എവിടെ ജോലിക്ക് പോയാലും 500 കിട്ടിയാൽ 580 കൊണ്ടുവന്ന് ഉമ്മാന്റെ കയ്യിൽ കൊടുത്തിരുന്നു. എന്റെ കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാർ, എന്റെ ഉപ്പമാരും കാത് കൊടുത്ത് കേൾക്കേണ്ടുന്ന മനോഹരമായ റസൂലുള്ളാന്റെ ചരിത്രമാണ്. അവിടെ നമ്മൾ നല്ലതുപോലെ എല്ലാം ചെയ്തിരുന്നല്ലോ. മുത്തുനബി തങ്ങൾ പറയാ, മക്കളാണ് വാപ്പമാരെ ബഖീലന്മാരാക്കിയത്. അവിടുന്ന് സമ്പത്ത് അവിടുന്ന് കൊടുക്കുന്നത്, കൊടുക്കാത്തവരാക്കിയത് മക്കളാണ്. അതെങ്ങനാണെന്നറിയോ?
നമ്മുടെ കിൽത്താൻ ദ്വീപിന്റെ മണ്ണില് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ കയ്യില് നമ്മൾ അവിടെ നിന്ന് 100 രൂപ കൊടുക്കുന്നതിന് പകരം 500 കൊടുത്തിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നല്ലോ. 1000 കൊടുത്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് അള്ളാഹു നമുക്ക് മക്കളെ തരുമ്പോ, അള്ളാഹു നമുക്ക് കൺമണികളെ തരുമ്പോ പിന്നെ ഉമ്മയോട് പരാതി പറയുന്ന ബാപ്പമാരല്ലേ, ഉമ്മയോട് പരാതി പറയുന്ന മക്കളല്ലേ. എന്താണ് പരാതി എന്നറിയോ? പ്രിയപ്പെട്ട ഉമ്മയുടെ മുമ്പിൽ പോയിട്ട് പറയാ, ഉമ്മ 100 രൂപയേ ഉള്ളൂ ഉമ്മ, ഇന്നലെ വരെ 500 കൊടുത്തിരുന്നു. മക്കൾ വന്നപ്പോ പറയുന്നു മക്കൾക്ക് സ്കൂളിൽ ഫീസ് അടക്കണവുമ്മ, കറണ്ട് ബില്ലടക്കണവുമ്മ, ഭാര്യക്ക് കൊടുക്കണവുമ്മ, ഉമ്മ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോഴും ആ ചുക്കുചുളഞ്ഞ ശരീരത്തിന്റെ ഒരു പരാതിയില്ലല്ലോ ചെറുപ്പക്കാരാ. ആ ഉമ്മ പറയും, അതിനെന്താ പൊന്നുമോനെ, അവിടെ നിന്ന് കണ്ടറിഞ്ഞിട്ട് മുന്നോട്ട് വരുന്ന ഒരു ശരീരത്തിന്റെ ഉടമയാ നമ്മുടെ ഉമ്മമാര്. എന്റെ ചെറുപ്പക്കാരാ, നമ്മൾ സമ്പത്തുകൾ ഉമ്മയുടെ കയ്യിൽ കൊടുത്തിരുന്നവരാണ്. മക്കൾ വന്നപ്പോ പിന്നെ കുറഞ്ഞു പോയി. ആദ്യം 100 കൊടുത്തിരുന്നു, പിന്നെ 200 കൊടുത്തിരുന്നു, പിന്നെ അത് 50 പിന്നെ ഒട്ടും കൊടുക്കാൻ പറ്റാതെയായി. എത്ര ഉമ്മമാരുടെ കയ്യിൽ നല്ല സമ്പത്തിന്റെ ആയിരുന്നു മക്കൾ കൊടുത്തത്. ആ മക്കൾക്ക് മക്കളായപ്പോ പിന്നെ അവരുടെ കയ്യിൽ സമ്പത്തില്ലല്ലോ. എന്നാൽ ഇതേ മക്കള് ഒരു കാശ് പോലും കൊടുക്കാത്ത ഈ മക്കള് സങ്കടം പറഞ്ഞ, വേദന പറഞ്ഞ, വിഷമം പറഞ്ഞ ഓടി വന്നിട്ട് ഉമ്മയുടെ കയ്യിൽ എടുത്തു കൊടുത്തിട്ട് പറയാട്, ഇതേ ഉള്ളു മോനെ ഉമ്മാന്റെ കയ്യില്, ഇതല്ലാതെ ഉമ്മാടെ കയ്യിൽ ഒന്നുമില്ല. നിന്റെ മക്കൾക്ക് പനിയല്ലേടാ, ഈ പൈസ നിന്റെ കയ്യിൽ ഇരിക്കട്ടെ. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ ആവേശത്തോടെ പറയാട്, അൽഹംദുലില്ലാഹ്, ഇന്ന് വരെ എല്ലാ മാസവും ഒന്നുകിൽ എനിക്ക് പ്രഭാഷണമാണെങ്കിൽ, അല്ലെങ്കിൽ അല്ലാഹ് എന്റെ പള്ളിയിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ ആദ്യം കിട്ടുന്ന ശമ്പളം ഞാൻ മാറ്റുന്ന എന്റെ ഉമ്മക്കും ബാപ്പക്കുമാണ്. അത് കഴിഞ്ഞിട്ടേ ഞാൻ ആർക്കും എടുക്കുകയുള്ളൂ. എന്തേ കാരണമെന്നറിയോ? ഇന്നിതുപോലെ നിൽക്കാൻ അവരല്ലേ കാരണക്കാര്. എന്നെ എത്ര എടുത്തവരാണ്, എത്ര ചുമന്നവരാണ്, എത്ര കൊണ്ടു നടന്നവരാണ്. 10 മാസക്കാലം ഗർഭാശയത്തിന്റെ കത്തട്ടില് ചുമന്നുകൊണ്ട് നടന്നിട്ടുള്ള വേദന എത്രയാണെന്നറിയോ? നൊമ്പരം എത്രയാണെന്നറിയോ? അതൊന്നും ഈ കാലഘട്ടത്തിന്റെ മക്കൾക്കറിയില്ല. എന്നാൽ എന്റെ ഒരു അഭിപ്രായം പറയട്ടെ, ഭാര്യയെ ലേബർ റൂമിലേക്കൊന്ന് കയറ്റുമ്പോ അതിന്റെ ഫ്രണ്ടിൽ ചെറുപ്പക്കാരാ നീ പോയി നിൽക്കണം. നിന്റെ ഭാര്യയുടെ വിളിയൊന്ന് കേൾക്കണം, നിന്റെ ഭാര്യയുടെ അട്ടഹാസം കേൾക്കണം. അതെന്തിനെന്നറിയോ? അന്ന് വേദനാ സംഹാരി പോലും ഇല്ലാതിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ചെറുപ്പക്കാരാ. അന്ന് വേദനിക്കുമ്പോ കൊടുക്കാൻ ഗുളികയില്ല, അതിനുള്ള സാധന സാമഗ്രിയില്ല. മുമ്പോട്ടൊന്ന് ചിന്തിച്ചു നോക്ക, വീടിന്റെ കത്തട്ടില് പ്രസവിച്ച എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട്. പടച്ചവനെ, അവർ സഹിച്ച ത്യാഗത്തിന് പകരം കൊടുക്ക, അവർ സഹിച്ച സങ്കടത്തിന് പകരം കൊടുക്ക, അവർ സഹിച്ച ഉറക്കമൊഴിമയ്ക്ക് പകരം കൊടുക്കാൻ എന്താണ് ചെറുപ്പക്കാരാ നമ്മുടെ കയ്യിലുള്ളത്? അല്ലാഹു നമുക്ക് തന്നുപോയ കോടിക്കണക്കാന സമ്പത്ത് മുഴുവനും ഉമ്മാക്ക് വേണ്ടി കൊടുത്താലും ഒരിക്കലും അത് മതിയാവൂല ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന കിൽത്താൻ ദ്വീപിന്റെ മണ്ണിൽ ബദരിയ മദ്രസയുടെ മുറ്റത്തിരിക്കുന്ന അല്ലാഹു ആരോഗ്യം തന്ന എന്റെ ചെറുപ്പക്കാരോട്, അല്ലാഹു തന്റെ ഇടം തന്ന എന്റെ ചെറുപ്പക്കാരോട്, അല്ലാഹു ഇസ്സത്ത് തന്ന എന്റെ കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരോട് പറയാ, പറ്റുമോ മോനെ, ഇന്നത്തെ രാത്രിയില്, ഈ രാത്രിയില് വാള് കഴിഞ്ഞിട്ട് നിന്റെ വീട്ടിലേക്ക് പോകാ. അവിടെ ശരീരം ചുക്കുചുളഞ്ഞ നിന്നെ പോലെ കാണാൻ അവിടെ ഒട്ടും സൗന്ദര്യമില്ലാത്ത, ചിലപ്പോ കറുത്തവരായേക്കാ, ചിലപ്പോ മുടി കൊടിഞ്ഞു പോയവരായേക്കാ,
ചെറുപ്പക്കാരായേക്കാ, ചിലപ്പോ പല്ലുപോയവരായേക്കാ. നിനക്ക് പറ്റുവോ ചെറുപ്പക്കാരാ? ഇന്നത്തെ രാത്രിയിലോ ഇവിടെ ഒന്ന് വാള് കഴിഞ്ഞിട്ട് പോയിട്ട് ആ ഉമ്മയുടെ കവിളത്ത് പിടിച്ച് ഒരു മുത്തം കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുവോ? ഉമ്മ ഇന്നലെ വരെ ചെയ്തു പോയതിന് എനിക്ക് മാപ്പ് തരണമെന്ന് പറയാറ് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് കഴിഞ്ഞ അത് മതി. എന്റെ കൂട്ടുകാരാ ഷമീർ ദാരിമിക്ക് ഈ മൈക്കിന്റെ മുമ്പില് നെഞ്ചു പൊട്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറയുമ്പോ കേവലം ഒരു പ്രഭാഷണം കൊഴുപ്പുണ്ടെന്ന് പറയാനല്ല. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഈ രാത്രിയിൽ ചെന്നിട്ട് ഉമ്മാന്റെ കാൽക്കൽ വീണ് ഉമ്മാന്ന് വിളിച്ചിട്ട് ബാപ്പയെന്ന് വിളിച്ചിട്ട് പൊരുത്തം ചോദിച്ചിട്ട് ആ കവിളത്തൊരു മുത്തം കൊടുത്താ അങ്ങനെ കിടന്നുറങ്ങിയ അത് മതി എന്റെ ചെറുപ്പക്കാരായ എനിക്ക്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് സഹാബാ വാപ്പമാരെ മക്കള് വരുന്നതോട് ലുപ്തരാക്കും സഹാബാ. ഈ തൊട്ടടുത്ത് ഞാന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പിട്ട് ഞാൻ എവിടെ പോയാലും ഞാൻ കുറച്ച് 5 or 10 അല്ലെങ്കിൽ 10 or 20 ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് എത്തുന്നതെങ്കിൽ ആദ്യം ഉമ്മാടെ വാപ്പാടെ കയ്യിൽ ഞാൻ സംഖ്യ കൊടുക്കും. ഒരു ദിവസം കൊടുക്കുന്നതിന്റെ മുമ്പ് ഞാൻ ഉമ്മാനോട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ ഞാൻ കൊടുത്താലേ അവരുടെ കയ്യിലുള്ളൂ. അപ്പൊ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഉമ്മ, വല്ലാത്തൊരു സങ്കടത്തിലാണ്. ഉമ്മമാരെന്ന് വെച്ചാൽ അവർ കൊടുക്കുന്നത് കൂട്ടി വെക്കാറുണ്ട്. എന്നിട്ട് ഞാൻ പോയ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു കാപ്പി കുടിച്ചോണ്ടിരുന്നപ്പോ ഉമ്മ പറഞ്ഞു മോനെ ഇത് ഇത്രയുണ്ട് നീ വെച്ചോ. 2000 രൂപ എൻ്റെ കയ്യിൽ തന്നിട്ട് പറയാം ഇത് നീ വെച്ചോ. ഉമ്മ എന്ന് പറഞ്ഞ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അവര് സഹിക്കൂല. ഇല്ലേ ഇല്ലേ ചിന്തിച്ചു നോക്കിക്കേ. അതാണ് നമ്മുടെ ഉമ്മമാര്. മക്കളുടെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാലും ഉമ്മ നമ്മൾ കൊടുത്ത ചിലപ്പം പറയണ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് പറയും. നമ്മക്കില്ലാന്നൊന്ന് ഉറപ്പിച്ചു പറഞ്ഞു നോക്കിയേ, അവർക്ക് എവിടെന്നെങ്കിലും പൈസ ഉണ്ടാവും. അതാണ് ഉമ്മ, അതാണ് നമ്മുടെ ഉമ്മമാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മമാർക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാണ്, അവരെ മറന്നു കഴിഞ്ഞാല് ഏറ്റവും വലിയ സങ്കടവും ഏറ്റവും വലിയ ദുഃഖവുമാണ് അല്ലേ. മരിക്കുന്ന മുമ്പേ എനിക്കുണ്ടു നാദ അവസാനമായൊരു ആഗ്രഹം മണ്ണിൽ, അടുത്തൊരു ജന്മം എനിക്കായി തരുമെങ്കിൽ എനിക്കെൻ്റെ ഉമ്മാന്റെ മകനാകണം. മരിക്കുന്ന മുമ്പേ എനിക്കുണ്ട് നാദ അവസാനമായൊരു ആഗ്രഹം മണ്ണിൽ, അടുത്തൊരു ജന്മം എനിക്കായി തരുമെങ്കിൽ എനിക്കെൻ്റെ ഉമ്മാന്റെ മകനാകണം. ഇല്ലേ, ഉമ്മാന്റെ വേദനകളും സങ്കടങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. എന്നാല് അതറിയുമ്പോൾ ഒരാഗ്രഹം, പഠിച്ചോനെ ഒന്നുകൂടെ ഉമ്മാനൊന്നും മടക്കി തന്നിരുന്നെങ്കിൽ. മോനെ നിനക്കതിന് കാത്തിരിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവൂല. ചെറുപ്പക്കാരാ, നാളെ ചോദിക്ക ഉമ്മാനോട് പൊരുത്തം നടക്കൂലത്. മലക്കുൽ മൗത്ത് നിന്റെ റൂഹ് പിടിച്ച നീ എങ്ങനെ ഉമ്മാന്റെ പൊരുത്തം ചോദിക്കും? മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് ഉമ്മാനോട് കുഴപ്പമില്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഉമ്മാന്റെ പൊരുത്തം പേടിക്കാം എന്ന് പറഞ്ഞിട്ട് കാത്തിരുന്നാൽ നടക്കൂല. നാളെ നീ ഉണ്ടാകണമെന്നില്ല, നാളെ നീ ഉണ്ടാകണമെന്നില്ല. നാളെ ഒരു പക്ഷേ ആ ഉമ്മയുടെ കബറിന്റെ ചാരത്ത് മകനിക്കും ഒരു കബറ് നമ്മൾ ഒരുക്കേണ്ടുന്ന വരും. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ പരാജയമാണ്. ഒരുപാട് കണ്ണു നിറയുന്ന ചരിത്രങ്ങളുണ്ട്. ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല, എന്നാലും ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ പറഞ്ഞിട്ട് 1 മണിക്കൂറാണ് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്. എന്നാലും ഞാൻ പറഞ്ഞു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഉറക്കൊന്നു പറ. അള്ളാഹു ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അള്ളാഹു വിട പറഞ്ഞവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. വാപ്പ, നിങ്ങൾ വാപ്പമാരാണ്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ഉമ്മ ഇപ്പ വിടാൻ മക്കൾ ചെയ്യുന്ന ഓരോ നന്മയും ഇങ്ങനെ എത്താൻ അവരുടെ കബറിടത്തിലേക്ക് നിങ്ങളുടെ ഇരുത്തം ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ അടുത്തുള്ള കബർവാസിയോട് പറയും, കണ്ട എന്റെ കുട്ടിയാണ് ഇരിക്കണം.
ഈ സദസ്സല്ല കാണിച്ചു കൊടുക്കും. എന്റെ മോനായിരിക്കുന്ന, എന്റെ മോളാണായിരിക്കുന്നത് അല്ലേ, ആ സമയത്തുണ്ടാകുന്ന ഒരു സന്തോഷം. അപ്പൊ ചില ഖബർവാസികൾ പറയും, പടച്ചോനെ എന്റെ കുട്ടിക്ക് എത്ര അവസരം കിട്ടി, അവൻ എന്താ അവിടേക്ക് പോകാത്തത്, അവൻ എന്തേ എനിക്കൊന്ന് ഹദിയ ചെയ്യാത്തത്, അവൻ എന്തേ എന്നെ നോക്കാത്തത് എന്ന് പറയണ ഉമ്മമാരും ആ ഖബറിന്റെ ചുറ്റുഭാഗത്തുണ്ടാകും ഇല്ലേ. അവർ താരാട്ട് ഇപ്പൊ ഒരു പാട്ട് പാടണമെങ്കിൽ സാധാരണഗതിയില് വേറൊന്നും വിചാരിക്കേണ്ട, ഞാനൊക്കെ ഒരു പാട്ട് എഴുതി കൊടുത്താൽ 5000 രൂപ എനിക്ക് തരണം. അല്ല, ഇനിയിപ്പോ നിങ്ങൾ എഴുതിയിട്ട് 5000 തരാനല്ലേ ഈ പറയണത്. ഒരു പാട്ട് എഴുതിയിട്ട് 5000 തരണം. ഉമ്മമാർ എത്ര പാട്ട് നമുക്ക് പാടിത്തന്ന് എത്ര കൊടുക്കണം? ഉമ്മമാര് പാടിത്തന്ന പാട്ടിന് എത്ര കൊടുക്കില്ലല്ലോ. ആരൊരാൾ പാടുന്ന താരാട്ടു കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ, അതിലെന്റുമ്മാന്റെ സ്വരമേ. ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ, അതിലെന്റുമ്മാന്റെ മുഖമേ. ആരീരോ ആരാരീരോ ഉമ്മാന്റെ പൂമോനുറങ്ങാരീരോ, ഇതുപോലുറക്കുന്നൊരുമ്മ കൽബോടു ചേർത്തിട്ടൊരുമ്മ, ഇതുപോലുറക്കുന്നൊരുമ്മ കൽബോടു ചേർത്തിട്ടൊരുമ്മ. ആരൊരാൾ പാടുന്ന താരാട്ടു കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ, അതിലെന്റുമ്മാന്റെ മുഖമേ. പഠിച്ചവരെ, ജീവിതത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോ അവസാനം ബറക്കത്തിന് വേണ്ടി ഒരൊറ്റ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള മനോഹരമായ കണ്ണു നിറയുന്ന ചരിത്രങ്ങൾ നാളെ നമ്മൾ ഇൻഷാ അല്ലാഹ് പറയും. അല്ലാഹുവേ, ഈ മജ്ലിസിൽ കടന്നുകൂടെ മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അബൂ ഇയാസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവർ നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരന്റെ മയ്യത്ത് 4 ആളുകൾ ചുമന്നിട്ട് കൊണ്ടുപോവുകയാണ് ഖബറടക്കാര്. ഇവിടെ ഇരിക്കുന്ന അല്ലാഹു ആരോഗ്യം തന്നു പോയ കൈക്കോ കാലിനോ കണ്ണിനോ ഒരു കുഴപ്പം അല്ലാഹു തരാത്ത ചെറുപ്പക്കാരാ. അവിടെ അബൂ ഇയാസ് നോക്കുമ്പോ ഈ ചെറുപ്പക്കാരന്റെ, ഈ കാണുന്ന ചെറുപ്പക്കാരന്റെ ജനാസ കൊണ്ടുപോകുന്നത് 4 പേരാണ്. അബൂ ഇയാസ് ചോദിച്ചു, പൊന്നുമോനെ വേറെ ആരുമില്ലേ, വേറെ ആരും കൊണ്ടുവരാനില്ലേ? ഇല്ല തങ്ങളെ, ഇത് തന്നെ ഞങ്ങൾ 4 പേരും ആ ഉമ്മ നമുക്ക് അവിടെ നിന്ന് കൂലി തന്നിട്ടാണ് കൊണ്ടുവന്നിട്ട് കബറടക്കുന്നത്. അങ്ങനെ ഞാനും നിങ്ങളുടെ കൂടെ പള്ളിയിൽ വരാ എന്ന് പറഞ്ഞിട്ട് പള്ളിയുടെ ഉള്ളിലേക്കൊന്ന് കടന്നു പോവുകയാണല്ലോ. പഠിച്ചവരെ, പള്ളിയുടെ ഉള്ളിലങ്ങ് കൊണ്ടുപോയി വെക്കുകയാ. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് കബറടക്കിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുമോ, ഈ ചെറുപ്പക്കാരന്റെ വീട് എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ, ഈ ചെറുപ്പക്കാരന്റെ വീട് എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് പറയുമ്പോ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോവുകയോ. പഠിച്ചവനെ, ആ വീടിന്റെ കത്തട്ടിൽ വയോവൃദ്ധയായ ഒരു ഉമ്മയുണ്ട്. അബൂ ഇയാസ് റഹിമഹുല്ല ചോദിക്കുകയാണ്, ഇവിടെ ആരാ? ആ സമയത്ത് പറഞ്ഞു, ഞാനുണ്ടല്ലോ. ആരെയാണുമ്മ നിങ്ങൾ കൊടുത്തു വിട്ടത് ഖബറടക്കോ? ആ സമയത്ത് ആ ഉമ്മ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനാ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനാട്. എന്തേ നിങ്ങൾ അങ്ങനെ 4 പേരെ മാത്രം വിളിച്ചത്? എന്റെ തങ്ങളെ, അവൻ എന്റെ വാക്കനുസരിക്കില്ലായിരുന്നു, അവൻ എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു, അവൻ എന്നെ അടിക്കുമായിരുന്നു. തങ്ങളെ, എത്രയോ രാത്രികളിൽ എന്റെ പൊന്നുമകൻ എന്റെ കൈ പിടിച്ചിട്ട് പുറത്തിറക്കി വിട്ടിട്ടുണ്ട്. എത്രയോ പാതിരാത്രികളിൽ എന്റെ പൊന്നുമകൻ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്. എത്രയോ പാതിരാത്രികളിൽ എന്നെ ആക്ഷേപത്തിന്റെ വാക്കുകൊണ്ട് എന്നെ എന്റെ പൊന്നുമോനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. എത്രയോ ദിവസങ്ങൾ എനിക്ക് ഭക്ഷണം തരാതെ എന്റെ പൊന്നുമകൻ എന്നെ കിടത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരവസ്ഥ വരുമ്പോ
അവസാനം എന്റെ പൊന്നുമോന് രോഗിയാവുകയാണല്ലോ, എന്റെ പൊന്നുമോന് രോഗം ബാധിക്കുകയാണല്ലോ. തങ്ങളെ അവൻ രോഗിയായി കിടക്കുമ്പോ എന്റെ പൊന്നുമകനെ എടുത്തതാരെന്നറിയോ? എന്റെ പൊന്നുമകനെ ചുമന്നതാരെന്നറിയോ? അവന്റെ മലമെടുത്തതാരെന്നറിയോ? അവന്റെ മൂത്രമെടുത്തതാരെന്നറിയോ? അവനെ പൊന്നുപോലെ കുളിപ്പിച്ചു ഒരുക്കിയതാരെന്നറിയോ? അവനിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നതാരെന്നറിയോ? അങ്ങനെ ഇരിക്കുമ്പോ എന്റെ മകൻ പറയാ, അമ്മാ നിങ്ങളെ ഒരുപാട് ചീത്ത വിളിച്ചില്ലേ ഉമ്മ, ഒരുപാട് കുറ്റം പറഞ്ഞില്ലേ ഉമ്മ, ഒരുപാട് ആക്ഷേപിച്ചില്ല ഉമ്മ, ഒരുപാട് മോശമായ വർത്തമാനങ്ങൾ പറഞ്ഞില്ല ഉമ്മ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ കാലുകൊണ്ട് ഈ പൊന്നുമകന്റെ കവിളത്തൊന്ന് ചവിട്ടോ ഉമ്മ. എന്റെ ഉമ്മാനെ നോവിച്ച മകനല്ലേ, എന്റെ ഉമ്മയെ നോവിച്ച മകനല്ലേ, എന്റെ ഉമ്മയെ കുറ്റം പറഞ്ഞ മകനല്ലേ. അതുകൊണ്ടുമ്മ ഈ കാലുകൊണ്ട് എന്നെ ഒന്ന് ചവിട്ടോ ഉമ്മ. റബ്ബിനോട് പറയോ, ഒരുപാട് കുറ്റപ്പെടുത്തിയ മോനാണ്. എന്റെ ഉമ്മാന്റെ ദുആയിൽ എനിക്ക് വിശ്വാസമുണ്ടുമ്മ, എനിക്കൊന്ന് പൊരുത്തം തരാ പറയോ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. എന്റെ ചെറുപ്പക്കാരാ, ദുനിയാവിന്റെ പുറത്ത് വെച്ചിട്ട് ഉമ്മ പറയാട്, അവൻ എന്നെ ചീത്ത വിളിച്ചവനാണ്, അവൻ എന്നെ കുറ്റപ്പെടുത്തിയവനാണ്, അവൻ എന്നെ ആക്ഷേപിച്ചവനാണ്, അവൻ എന്നെ സങ്കടപ്പെടുത്തിയവനാണ്. എന്നാലും ഞാൻ അവനിക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തല്ലോ. ആരും വരാതിരുന്നിട്ട് പോലും എന്റെ പൊന്നമകന്റെ മയ്യത്ത് ഞാൻ അങ്ങ് കൊടുത്തു വിട്ടതാ തങ്ങളെ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമകനിക്ക് ഞാനൊരു ഉമ്മയല്ലേ തങ്ങളെ. എത്ര വേദനിപ്പിച്ചാലും, എത്ര സങ്കടപ്പെടുത്തിയാലും, എത്ര നൊമ്പരത്തിന്റെ വാക്കുകൾ കൊണ്ട് എന്റെ ചെറുപ്പക്കാരാ നിങ്ങൾ അവരെ നോവിച്ചു പോയാലും, എന്റെ പൊന്നുമോനെ നിനക്ക് പൊരുത്തപ്പെട്ടു തരുന്ന ഒരു ശരീരമുണ്ടെങ്കിൽ അത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാ. അതുകൊണ്ട് ഉമ്മ പറയാട്, അല്ല അബൂ ഇയാസ് തങ്ങളെ, എന്റെ പൊന്നുമകനല്ലേ, ഞാൻ നൊന്തുപെറ്റ മോനല്ലേ. അതുകൊണ്ട് എന്റെ പൊന്നുമകനിക്ക് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തു വന്ന നീറുന്ന മനസ്സോട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാ ഉമ്മ പറഞ്ഞു പോയെങ്കിൽ, നിങ്ങൾ ചീത്ത വിളിച്ചാലും, നിങ്ങൾ ആക്ഷേപിച്ചാലും, നിങ്ങൾ കളിയാക്കിയാലും, നിങ്ങൾ നൊമ്പരപ്പെടുത്തിയാലും ആ ഉമ്മയുടെ മനസ്സിന്റെ ഉള്ളില് ഒന്നുമില്ലല്ലോ ചെറുപ്പക്കാരാ. എന്നാൽ അതിൽപ്പെട്ട ഉമ്മാന് മരണപ്പെട്ടു പോയ ഉമ്മയില്ലേ സഹോദരങ്ങള്, ഇനി അവരെ സ്നേഹിക്കാൻ പറ്റുമോ? അവരുടെ ദുആ കിട്ടുമോ? അവരുടെ അരികത്തൊന്ന് പോയിരിക്കാൻ നമുക്കിനി പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഈ പരിശുദ്ധമായ മഹനീയമായ മജ്‌ലിസിൽ കടന്നു വന്നവരോട് ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് മനസ്സറിഞ്ഞിട്ട് ദുആ ചെയ്തോ, മനസ്സറിഞ്ഞിട്ട് ദുആ ചെയ്തോ. ഇന്ന് രാത്രിയിൽ അവർ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. വനഹ്നു ഫീ ഗുർബത്തിനാ, ഉപ്പൈ ഖബറിന്റെ ഉള്ളില് വല്ലാത്ത സങ്കടത്തിലും നൊമ്പരത്തിലുമാണ്. നിങ്ങൾക്ക് വേണ്ടി ഓടിയതല്ലേ പൊന്നുമോനെ വാപ്പാ, നിങ്ങൾക്ക് വേണ്ടി എത്ര എടുത്തതല്ലേ പൊന്നുമോനെ ഉമ്മ. അതുകൊണ്ട് മക്കളെ, വനഹ്നു ഫീ ഗുർബത്തിനാ ഉദ്കുറുനാ വലാ തബ്ഖുലു അലൈനാ. ഉമ്മയെ ഓർക്കുന്നതില് നിങ്ങൾ ലുബ്ധത കാണിക്കല്ലേ മക്കള്. ഞാൻ ഇവിടന്ന് നിർത്തുന്ന സമയത്ത് എന്റെ ഈ സദസ്സിൽ എല്ലാ ദിവസവും ആവേശത്തോടെ കടന്നു വരുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയുകയാണ്, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രിയില് നിങ്ങളുടെ ഉമ്മയെ ഒന്ന് ചിരിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? നിങ്ങളുടെ ബാപ്പക്കൊന്ന് സന്തോഷം കൊടുക്കാൻ പറ്റുമോ? പടച്ചവനെ, നിങ്ങൾ തന്നെയാണ് ഈ മദ്രസ ഇത്ര കോലത്തിലാക്കിയിട്ടുള്ളത്. ഇനി പടച്ച റബ്ബേ,
ഇതിന്റെ ഒരുപാട് പണി ബാക്കിയുണ്ട്. പുറത്തുനിന്നൊരാള് കടന്നു വരായില്ല. പുറത്തുള്ളവരെ സഹായിക്കൽ കുറവാണ്, സഹായിച്ചവരുണ്ട്. എന്നാലും നിങ്ങൾ ഇതിനിങ്ങനെ ഇട്ടിരിക്കാൻ പാടുണ്ടോ? ഇതിനെ പൂർത്തീകരിക്കണമല്ലോ. അല്ലാഹുവേ, ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഒരു സ്ക്വയർ ഫീറ്റിന് 1630 രൂപ എന്നാണ്. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മകനിക്ക് ഞാൻ ഇങ്ങനെ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ പറയാ, ഉസ്താദേ, ഒരുപാടൊന്നും കൊടുക്കാൻ എന്റെ കയ്യിലില്ല, ഒരു 11 സ്ക്വയർ ഫീറ്റ് എങ്കിലും ഇപ്പൊ തന്നെ കൊടുക്കാൻ എന്റെ കയ്യിലില്ല. എന്റെ വിട പറഞ്ഞ ബാപ്പയുണ്ട് ഖബറിന്റെ ഉള്ളില്, അല്ലാ, എന്റെ വിട പറഞ്ഞ ഉമ്മയുണ്ട് എന്റെ ഖബറിന്റെ ഉള്ളില്. അവരെത്ര എനിക്ക് തന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയില് അടുത്തുള്ള ഖബർവാസിയോട് എന്റെ ഉമ്മ പറയണം, എന്റെ മകൻ ഈ രാത്രി എന്നെ ഓർത്തെന്ന് പറയണം. നിങ്ങളാരും തന്നിട്ടില്ലെങ്കിലും ഞാൻ വാല് നിർത്തും, തന്നാലും ഇൻഷാ അല്ലാഹ് വാല് നിർത്തും. അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന മക്കളുടെ കൂട്ടത്തില്, ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാരുടെ കൂട്ടത്തില് പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടി ബാപ്പക്ക് വേണ്ടിയിട്ട് ഇവിടെ നിറഞ്ഞിരിക്കുന്ന ആളുകളുടെ ഒരാമീൻ അവർക്കും ലഭിക്കാ. ഇവിടെ ഇരിക്കുന്ന ഈ മദ്രസയുടെ പണി കഴിഞ്ഞ് ഈ മക്കള് ഖുർആൻ ഓതുമ്പോ പിന്നെ നിങ്ങൾ ഒന്ന് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടുന്ന് മക്കള് ഫാത്തിഹ ഓതുമ്പോ ബിസ്മി ചൊല്ലുമ്പോ അതവരുടെ ഖബറിടത്തിലേക്ക് കടന്നു വരുമല്ലോ. പടച്ചവനെ, ഉമ്മയെ പറ്റി പറഞ്ഞ ഈ മജ്ലിസിൽ, ഈ കൂട്ടത്തിൽ ഉമ്മയോട് സ്നേഹമുള്ള, ബാപ്പയോട് സ്നേഹമുള്ള അല്ലാഹ്, ഏതെങ്കിലും ഒരു മകൻ പറയാട്, ഉസ്താദേ, ഇപ്പൊ ഇല്ലെങ്കിലും ഒരു 11 സ്ക്വയർ ഫീറ്റ് ഈ മദ്രസക്ക് ചെയ്യാൻ ഞാൻ റെഡിയാ എന്നാര് പറഞ്ഞാലും അല്ലാഹ് അവരെ കടത്തിലാക്കല്ല റബ്ബേ, അവരെ വേദനയിലാക്കല്ല റബ്ബേ, അവരെ വിഷമത്തിലാക്കല്ല റബ്ബേ, അവരെ നൊമ്പരത്തിലാക്കല്ല റബ്ബേ. പടച്ചവനെ, എന്റെ ഉമ്മമാരുടെ കൂട്ടത്തിൽ ഒന്നുമില്ലെങ്കിലും സ്വർണത്തിനു തീ തിന്നുന്ന ഈ സമയത്ത് ഒരു ചെറിയ ഒരു പൊട്ടാണെങ്കിൽ പോലും ഈ മദ്രസക്ക് ഏതെങ്കിലും ഒരു പെങ്ങൾ കൊടുത്ത റബ്ബേ, അവര് വിട പറഞ്ഞാൽ അവരുടെ മക്കള് അവരെ നോക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. ഇത്രയും ദിവസവും ഞാൻ നിങ്ങളോട് എനിക്കൊരു പിരിവ്